സാജിദ്, നോക്കൂ, ഇന്നലെ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ വായിച്ചതാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ ഇദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട്, അതായത് കൃഷ്ണകുമാറിനെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞതെന്നാണ് സന്ദീപ് വാര്യറും നമ്മളോട് പറഞ്ഞത്. നോക്കൂ, അവിടെ സന്ദീപ് ആരോപിക്കുന്നതാണ് നിരവധി പരാതികൾ കൃഷ്ണകുമാറിനെതിരെ ഇനിയുമുണ്ട്. പക്ഷെ പാർട്ടി നേതൃത്വം കൃഷ്ണകുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിജീവിതയ്ക്ക് നീതി മേടിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല എന്നാണ് സന്ദീപ് പറയുന്നത്. അജി, തീർച്ചയായും ഈ പരാതിയിൽ തന്നെ അതിന്റെ വിശദാംശങ്ങൾ ഉണ്ട്. ഈ പല തവണ പരാതി നൽകിയതാണ് എന്നുള്ളവർ പറയുന്നു. RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഗോപാലൻകുട്ടി. അദ്ദേഹത്തെ RSSന്റെ കാര്യാലയത്തിൽ പോയി സന്ദർശിച്ച് പരാതി നൽകിയതാണ്. അവർക്ക് ഈ സംഘപരിവാറുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ പ്രധാന സ്ഥാനത്ത് നിന്ന് ഈ കൃഷ്ണകുമാറിനെ മാറ്റും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് നൽകിയിരുന്നു എന്ന വിവരം കൂടിയാണ് ലഭിക്കുന്നത്. ഇതുകൂടാതെ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന, മുൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന വി മുരളീധരന് പരാതി നൽകിയിട്ടുണ്ട്. MT രമേശിന് നൽകിയിട്ടുണ്ട്. ഈ സുഭാഷ്, അതായത് BJPയുടെ ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും താൻ പരാതി നൽകിയിരുന്നു എന്നുള്ളത് ഈ കൃത്യമായി പറയുന്നു. പക്ഷെ അദ്ദേഹത്തിനെതിരെ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ടേമിൽ, അതായത് K സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു C കൃഷ്ണകുമാർ. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ വന്നപ്പോഴും അദ്ദേഹം സംസ്ഥാന വൈസ് പ്രസിഡന്റായി തുടരുകയാണ്. ഈ BJPയിലെ വിഭാഗീയത വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു പക്ഷത്തോടൊപ്പം നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെട്ടിട്ടില്ല. പല നേതാക്കൾ തഴയപ്പെട്ടപ്പോഴും ഇദ്ദേഹത്തിന് സ്ഥാനം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് അവർ ഈ പരാതികൾ പലപ്പോഴായി നൽകി അതിന് യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിച്ചില്ല എന്നും പിന്നീട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഓഫീസിലേക്ക് അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ ഒരു മാർച്ച് നടത്തുകയും ഈ BJPയുടെ സംസ്ഥാന നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം അവിടെ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. ഇതിൽ സ്ത്രീകളെക്കുറിച്ച്, സ്ത്രീകളുടെ അന്തസ്സിനെ കുറിച്ചെല്ലാമാണ് സംസാരിച്ചത്. അത് പറയാൻ എന്ത് ധാർമ്മികതയാണ് C കൃഷ്ണകുമാറിന് ഉള്ളത് എന്നുള്ളത് കൂടിയാണ് ഇവർ ഈ പരാതിയിലൂടെ ചോദിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു പരാതി ലഭിക്കുന്നു. അതിന് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്ത് നിന്ന് മറുപടിയും വളരെ വേഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മറുപടിയിൽ പറയുന്നത്, ഈ രാജീവ് ചന്ദ്രശേഖരൻ ബാംഗ്ലൂരിൽ ഈ പിതാവിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട തിരക്കിലാണ്. അദ്ദേഹം മടങ്ങി വന്ന ഉടനെ ഉചിതമായ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ്. അത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിയിൽ നിന്ന്, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോയി. ഇത് വാർത്തയായ പശ്ചാത്തലത്തിൽ ഇനി BJPക്ക് കയ്യും കെട്ടി നോക്കിയെടുക്കാൻ കഴിയില്ല എന്നുറപ്പാണ്. നടപടിയിലേക്ക് പോയേ മതിയാകും. നടപടി സ്വീകരിക്കേണ്ട ഒരു പ്രതിസന്ധിയിലേക്ക് കൂടി BJP സംസ്ഥാന നേതൃത്വം കടക്കുകയാണ്. അജി.